ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഏതാനും മണിക്കൂറുകളായി ജോർജ് കുര്യന്റെ കോട്ടയത്തെ വീടിന് മുന്നിൽ പ്രവർത്തകരും ഒപ്പം തന്നെ ബന്ധുക്കളുമൊക്കെ വലിയ ആകാംക്ഷയിലായിരുന്നു. ഇപ്പോൾ പൂത്തിരി കത്തിച്ചൊക്കെയാണ് ജോർജ് കുര്യന്റെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വീടിന് മുന്നിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുന്നത്. ഇപ്പോൾ മനസ്സിലെന്ത് തോന്നുന്നു? നിങ്ങൾക്ക് മനസ്സിലെന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങൾക്കൊരു മന്ത്രിയെ കിട്ടിയതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാണക്കാരിയുടെ ഒരു അഭിമാനം തന്നെയാണ് തോന്നുന്നത്. ലഡുവൊക്കെ വിതരണം ചെയ്താണ് ആഹ്ലാദ പ്രകടനം. ലഡുവൊക്കെ വിതരണം ചെയ്താണ് ആഹ്ലാദ പ്രകടനം. അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ സന്തോഷകരമായ അവസരമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതാണ് പറയാനുള്ളത്. BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആഹ്ലാദമാണ് എന്ന് ഉള്ളത്. എന്ത് തോന്നുന്നു? മനസ്സിലെന്ത് തോന്നുന്നു? മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ കാണക്കാരി പഞ്ചായത്തിലെ 3ാം വാർഡിലെ മെമ്പറാണ്. എന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ജോർജ് സാറ് ഒരുപാട് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സന്തോഷം കൊണ്ട് എന്ത് പറയണം എന്ന് അറിയില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഇവിടെ പൂത്തിരി കത്തിച്ചാണ് പ്രവർത്തകർ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. എന്ത് തോന്നുന്നു? മനസ്സിലെന്ത് തോന്നുന്നു? മനസ്സിലെന്ത് തോന്നുന്നു? വളരെ സന്തോഷം. സന്തോഷത്തിന്റെ കുളിരമയാണ് ഞങ്ങൾക്ക്. സന്തോഷത്തിന്റെ കുളിരമയാണ് ഞങ്ങളുടെ ജോർജ് കുര്യൻ മന്ത്രിയാകുന്നത്. അതെ, BJPക്ക് കിട്ടിയ അംഗീകാരത്തെ കേരളത്തിൽ ഞങ്ങൾ വർഷങ്ങളോളം കാത്തിരുന്ന ഈ ദിനത്തിന് വേണ്ടിയാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിന്. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾ ഇത്രയും നേരം ഈ മഴയത്തും കാത്തിരുന്ന സത്യപ്രതിജ്ഞ കാണാനുള്ള ഒരു ആഗ്രഹം കണ്ടാണ്. വളരെ സന്തോഷം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞങ്ങൾക്ക്. ടെലിവിഷൻ സ്ക്രീനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ഞങ്ങളുടെ ഇത്രയും നാളത്തെ പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ലൊരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മനസ്സിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തുള്ളവരെയും ഒപ്പം തന്നെ BJP പ്രവർത്തകരെയും സംബന്ധിച്ച് വലിയ ആഹ്ലാദമാണ് അവർക്ക് ഉള്ളത്. ഈ വീടിന് മുന്നിൽ ശരിക്കും ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു. പൂത്തിരി കത്തിച്ചും പടക്കമൊക്കെ കത്തിച്ചുമാണ് ജോർജ് കുര്യന്റെ ഈ ഒരു കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനത്തെ, കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആ നിമിഷത്തെ അവർ വരവേറ്റത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിയും ഒപ്പം തന്നെ ബന്ധുക്കളും എല്ലാവരുമുണ്ട്. എന്ത് തോന്നുന്നു മനസ്സിലിപ്പോ? വളരെ സന്തോഷം, ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അന്നമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. സ്ക്രീനിൽ ആ ഒരു ചടങ്ങ് കണ്ടപ്പോൾ, സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടപ്പോൾ ശരിക്കും എന്താ മനസ്സിൽ തോന്നിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ അതേ ഫീലിംഗ് എനിക്കും. എന്നെല്ലാം കൂടുതൽ സന്തോഷിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ ഇടയിൽ. അവരുടെയൊക്കെ സന്തോഷം കാണുമ്പം നമ്മളുടെ സന്തോഷം ഇരട്ടിക്കുന്നു. പ്രവർത്തകരൊക്കെ ലഡു വിതരണം ചെയ്തും പടക്കമൊക്കെ പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. അവർക്ക് ഏതെല്ലാം രീതിയിൽ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം അവർ പ്രകടിപ്പിച്ചു. അത് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ്. ദില്ലിയിൽ നിന്ന് എന്ന് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. വലിയ സന്തോഷമാണ് ഭാര്യ അന്നമ്മയ്ക്കും ഒപ്പം തന്നെ ബന്ധുക്കൾക്കും. അങ്ങനെ ആ ഒരു ചരിത്ര നിമിഷത്തിന് വേണ്ടിയാണ് ബന്ധുക്കൾ എല്ലാവരും ഈ വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം ഒത്തുകൂടിയത്. മണിക്കൂറുകളോളം കാത്തിരുന്നു. അതിനുശേഷം ടെലിവിഷൻ സ്ക്രീനിൽ തത്സമയം ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രിയപ്പെട്ട ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അവർ കണ്ണിറയെ കണ്ടു. ആ ഒരു ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് BJP പ്രവർത്തകരും ഒപ്പം തന്നെ ജോർജ് കുര്യന്റെ ബന്ധുക്കളും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.